സർജിക്കൽ മാനേജ്മെന്റ് അല്ലേ നമ്മൾ പറയാൻ പോകുന്നത്. സർജിക്കൽ മാനേജ്മെന്റിൽ 2 സർജറി ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ഹിസ്ട്രക്ടമി, ഡെഫിനിറ്റീവ് സർജറി ചെയ്യാം അല്ലെങ്കിൽ കൺസർവേറ്റീവ് സർജറി ചെയ്യാം. അപ്പൊ ഡെഫിനിറ്റീവ് സർജറി ആണ് ഹിസ്റ്ററക്ടമി. ഫസ്റ്റ് ഹിസ്റ്ററക്ടമി, അല്ലെങ്കിൽ കുറച്ച് കൺസർവേറ്റീവ് സർജറി ആണ് മയോമെക്ടമി. മയോമെക്ടമി മാത്രം എടുത്തു പറഞ്ഞത്. ഓക്കെ, ഹിസ്റ്ററക്ടമി, മയോമെക്ടമി. ഫസ്റ്റ് ഹിസ്റ്ററക്ടമി. ഹിസ്റ്ററക്ടമി തന്നെ നമുക്ക് അബ്ഡോമിനൽ ഹിസ്റ്ററക്ടമി ചെയ്യാം, വജൈനൽ ചെയ്യാം, അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് വജൈനൽ ചെയ്യാം. ഓക്കെ, അബ്ഡോമിനൽ ഹിസ്റ്ററക്ടമി, വജൈനൽ, പിന്നെ ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് വജൈനൽ. അപ്പം ഈ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഹിസ്ട്രോസ്കോപ്പിയുടെ മെയിൻ ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഫോർ ദോസ് ഹു കംപ്ലീറ്റഡ് ദെയർ ഫാമിലി. ഇവർ യൂട്രസ് മൊത്തം എടുത്ത് കളയുമല്ലേ, അപ്പം ഇനി കൊച്ചുങ്ങൾ വേണ്ട, അവർ ഫാമിലി കംപ്ലീറ്റ് ചെയ്തെന്നുള്ളവർക്കാണ് ഈ ഹിസ്റ്ററക്ടമി റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ലാർജ് പോളിപ്പാണ്, മൾട്ടിപ്പിൾ പോളിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഹിസ്റ്ററക്ടമി തന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് 3 ടൈപ്സ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഇൻഡിക്കേഷൻ ഫാമിലി കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക്, പിന്നെ മൾട്ടിപ്പിൾ പോളിപ്പുള്ള സിംറ്റമാറ്റിക് കേസസിനാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞു ഈ അബ്ഡോമിനൽ ഹിസ്റ്ററക്ടമി ചെയ്യുന്നത് വെച്ചാൽ ഭയങ്കര വലിയ ലാർജ് പോളിപ്പുള്ളവർക്കായി, ലാർജ് ഫൈബ്രോയിഡ് ഉള്ളവർക്കായിരിക്കും. അപ്പം എന്താ, വജൈനിൽ കൂടെ എടുക്കാൻ പറ്റത്തില്ല ലാർജ് ഫൈബ്രോയിഡ് ആണെങ്കിൽ. അപ്പൊ നമ്മൾ അബ്ഡോമിനിൽ കൂടെ തന്നെ എടുക്കണം. പക്ഷേ നമുക്ക് എല്ലാ സർജറിക്കും മുമ്പ് GnRH അഗോണിസ്റ്റ് കൊടുക്കാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. GnRH അഗോണിസ്റ്റ് പ്രീ ഓപ്പറേറ്റീവ്ലി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫൈബ്രോയിഡിന് ഷ്രിങ്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ വജൈനയിൽ കൂടെ എടുത്താൽ മതിയായിരിക്കും. ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് അതാകുമ്പം അല്ലേ, മറ്റേത് ഒത്തിരി സർജറി പോലെ ചെയ്യണ്ടേ, വലിയ സർജറി പോലെ. ഇതാകുമ്പോൾ വജൈനയിൽ കൂടെ എടുത്താൽ മതി. ഓക്കെ, മനസ്സിലായോ? ഹിസ്റ്ററക്ടമി. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് മയോമെക്ടമി എന്ന് പറഞ്ഞില്ലേ. മയോമെക്ടമി എന്ന് പറഞ്ഞാൽ is an option for patients with symptomatic myomas who desire for further childbearing, അല്ലെങ്കിൽ യൂട്രസ് പ്രിസർവ് ചെയ്ത് വെക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്കുള്ള ഓപ്ഷനാണ് മയോമെക്ടമി. ഓക്കെ, പക്ഷെ ഈ മയോമെക്ടമിക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. ബിക്കോസ് ഇത് ഭയങ്കര റേറ്റ് ഓഫ് റിക്കറൻസ്. മയോമെക്ടമി എന്ന് പറഞ്ഞാൽ കുറച്ച് പോർഷൻ ഓഫ് മയോമെട്രി മാത്രമല്ലേ കളയുന്നുള്ളൂ. അപ്പൊ ഇത് വീണ്ടും വരാം, ഭയങ്കര റേറ്റ് ഓഫ് റിക്കറൻസ് ആയിരിക്കും. പിന്നെ അതുപോലെ ഇത് ചെയ്തു കഴിഞ്ഞാലും ഇൻഫെർട്ടിലിറ്റി മാറൂ ഇല്ലെന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇൻട്രാ ഓപ്പറേറ്റീവ് ബ്ലീഡിങ് കാണും. അപ്പം നമ്മൾ പെട്ടെന്ന് സർജറിയുടെ സമയത്ത് സ്വിച്ച് ചെയ്യേണ്ടി വരും, ഹിസ്റ്ററക്ടമി ആക്കേണ്ടി വരും. അപ്പൊ നേരത്തെ പേഷ്യന്റിന്റെ ഇന്ന് കൺസെന്റ് മേടിച്ച് വെക്കുകയും വേണം ഹിസ്റ്ററക്ടമിക്കുള്ള. അപ്പൊ അങ്ങനെ കുറെ പ്രീ ഓപ്പറേറ്റീവ് കൗൺസിലിംഗ് പേഷ്യന്റിന് കൊടുക്കണം, ബിക്കോസ് ഓഫ് റിസ്ക് ഓഫ് റിക്കറൻസ്. ഓക്കെ, ഭയങ്കര റിസ്ക് ആൻഡ് കോംപ്ലിക്കേഷൻസ് ഉണ്ട് മയോമെക്ടമി ചെയ്യുന്നതിന്. അതുപോലെ പ്ലെന്റി ഓഫ് ക്രോസ് ബ്ലഡ് എല്ലാം റെഡിയാക്കി വെക്കണം. ഈ ഇൻട്രാ ഓപ്പറേറ്റീവ് ബ്ലീഡിങ് കൂടുതലാണ്, പിന്നെ റിക്കറൻസ് ഭയങ്കര റേറ്റ് ആണ്. പിന്നെ ചൈൽഡ് ബർത്ത് ഫോളോയിങ് മയോമെക്ടമി നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ കുറെ ഡിഫിക്കൽട്ടീസ് ഉള്ളതുകൊണ്ട് കൗൺസിലിംഗ് കൊടുക്കണം, പ്രീ ഓപ്പറേറ്റീവ് കൗൺസിലിംഗ് കൊടുക്കണം. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ ഓക്കെ, ഇതിന് ഭയങ്കര ഇൻട്രാ ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ ബ്ലീഡിംഗ് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കാര്യങ്ങൾ ആണെങ്കിൽ, ഇത് മാത്രമായിട്ട് ഷോർട്ട് നോട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ ചുമ്മാ കേറ്റാം. എന്തുവാ, നമ്മൾ ഫസ്റ്റ് വാസോപ്രസിൻ ഇൻസ്റ്റലേഷൻ കൊടുക്കാം, വാസോപ്രസിൻ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് മെനോപോസൽ മെൻസ്ട്രേഷൻ കഴിഞ്ഞ് തൊട്ട് അടുത്ത സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം, സർജറി ചെയ്യാം. അപ്പോഴത്തേക്കും ഈ ബ്ലഡ് വെസൽസ് ഒക്കെ കുറച്ച് ചുരുങ്ങിയിരിക്കുന്ന സമയമല്ലേ. അപ്പൊ പോസ്റ്റ് മെൻസ്ട്രൽ ഫേസിൽ നമുക്ക് സർജറി ചെയ്യാം. പിന്നെ ഈ യൂട്രൈൻ ആർട്ടറി, ഓവേറിയൻ ആർട്ടറി ഇല്ലേ, അതൊക്കെ ടോണിക്ക് ഇടാം, അല്ലെങ്കിൽ ക്ലാമ്പ് ചെയ്തൊക്കെ വെക്കാം. പിന്നെ GnRH അഗോണിസ്റ്റ് ഇവിടെയും കൊടുക്കാം, ബിക്കോസ് അത് വാസ്കുലാരിറ്റി കുറയ്ക്കും എന്നാ പറഞ്ഞത്. അങ്ങനെ ഇൻട്രാ ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ് എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻ, ബ്ലഡ് ലോസ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കുറെ മെഷേഴ്സ് എടുക്കാം. വാസോപ്രസിൻ ഇൻസ്റ്റലേഷൻ, പിന്നെ പോസ്റ്റ് മെൻസ്ട്രൽ ഫേസിൽ സർജറി നടത്താം, പിന്നെ ടോണിക്കോ അല്ലെങ്കിൽ ക്ലാമ്പ് ഒക്കെ അപ്ലൈ ചെയ്യാം ഈ വെസൽസിലൊക്കെ. മനസ്സിലായോ? പിന്നെ ഈ മയോമെക്ടമി തന്നെ 3 ടൈപ്സ് ഉണ്ട്. ഓപ്പൺ മയോമെക്ടമി ഉണ്ട്, ഹിസ്റ്ററോസ്കോപ്പിക് മയോമെക്ടമി ആൻഡ് ലാപ്രോസ്കോപ്പിക് മയോമെക്ടമി.
വജൈനലും ഉണ്ട് കേട്ടോ, വജൈനൽ മയോമെക്ടമി. ഇങ്ങനെ 4 ടൈപ്സ് ഓഫ് മയോമെക്ടമി ഉണ്ട്. ഓപ്പൺ ഉണ്ട്, ഹിസ്ട്രോസ്കോപ്പിക് ഉണ്ട്, ലാപ്രോസ്കോപ്പിക് ഉണ്ട്. ഇപ്പം ഹിസ്ട്രോസ്കോപ്പിക് എന്ന് പറയുന്ന ഐഡിയൽ ഫോർ റിമൂവൽ ഓഫ് സബ് മ്യൂക്കസ് ഫൈബ്രോയിഡ്സ് ആയിരിക്കും. പിഡുങ്കുലേറ്റഡ് ഫൈബ്രോയിഡ്സ് ഒക്കെ ആണെങ്കിൽ എളുപ്പം റിമൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ട്രീറ്റ്മെന്റ് വിത്ത് GnRH കൊടുക്കാം. അപ്പൊ ഹിസ്ട്രോസ്കോപ്പിക് ആണെങ്കിൽ ഐഡിയൽ ഫോർ റിമൂവൽ ഓഫ് സബ് മ്യൂക്കസ്. ലാപ്രോസ്കോപ്പിക് ആണെങ്കിൽ ഐഡിയൽ ഫോർ റിമൂവൽ ഓഫ് സബ് സിറസ് ആൻഡ് ഇൻട്രാമ്യൂറൽ. മനസ്സിലായോ? ചെയ്യണമെങ്കിൽ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരാളുടെ സർജൻ തന്നെ വേണം. പക്ഷെ അഡ്വാൻറ്റേജ് ഓഫ് ലാപ്രോസ്കോപ്പി എന്ന് വെച്ചാൽ ലെസ് ഹോസ്പിറ്റൽ സ്റ്റേ, ലെസ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും. പിന്നെ വജൈനൽ മയോമെക്ടമി എന്ന് പറഞ്ഞാൽ പിഡുങ്കുലേറ്റഡ് ആയിട്ടുള്ള സബ് മ്യൂക്കസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ആണ്, പിന്നെ ഈ കോംപ്ലിക്കേഷൻസ് ഉണ്ട് മയോമെക്ടമിയിൽ. ബിക്കോസ് ഇൻട്രാ ഓപ്പറേറ്റീവ്, അത് ഡ്യൂറിങ് ദ ഓപ്പറേഷൻ ആണെങ്കിൽ എന്തൊക്കെയായിരിക്കും കോംപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഭയങ്കര ഹെമറേജ് ആയിരിക്കും എന്ന്. അപ്പം പ്രൈമറി ഹെമറേജിന് ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തുള്ള സ്ട്രക്ചേഴ്സിനെയൊക്കെ ഇഞ്ചുറി ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇഞ്ചുറി ടു യൂറീറ്റേഴ്സ്, ബ്രോഡ് ലിഗമെന്റ്, സർവൈക്കൽ ഫൈബ്രോയിഡ്സ് ഒക്കെ ആണെങ്കിൽ ഇഞ്ചുറി ടു യൂറീറ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കും. പിന്നെ ഇഞ്ചുറി ടു ദ ബ്ലാഡർ, റെക്ടം, അങ്ങനെയൊക്കെ. പിന്നെ പെട്ടെന്ന് മയോമെക്ടമി തന്നെ ഒത്തിരി ബ്ലീഡിങ് ഉണ്ടാവണമെങ്കിൽ പെട്ടെന്ന് കൺവേർഷൻ ടു ഹിസ്റ്ററക്ടമിക്ക് ചാൻസ് ഉണ്ട്. അതാണ് ഇൻട്രാ ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് എന്തോ വരാം, പോസ്റ്റ് ഓപ്പറേറ്റീവ് ഹെമറേജ്, അതായത് റിയാക്ഷണറി അല്ലെങ്കിൽ സെക്കൻഡറി ഹെമറേജസ് വരാം. ഓക്കെ, പിന്നെ ഇതിന്റെ സിക്കലായിട്ട് കുറെ നാൾക്ക് ശേഷം എന്തുണ്ട് അഡഷൻസ് ഒക്കെ ഉണ്ടാവാം. ഇപ്പൊ യൂട്രസും ബ്ലാഡറും തമ്മിൽ, അല്ലെങ്കിൽ യൂട്രസും റെക്ടവും തമ്മിൽ, പിന്നെ ട്യൂബോ പെരിറ്റോണിയൽ ഇൻഫെർട്ടിലിറ്റി, ട്യൂബൽ അഡഷൻസ് ഒക്കെ വന്നാൽ അങ്ങനെ ഉണ്ടാക്കും. അപ്പൊ അഡഷൻസ് ഉണ്ടാക്കും, പിന്നെ റിക്കറൻസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത്രയൊക്കെ സർജറി ഒക്കെ ചെയ്തിട്ടും ചിലവർക്ക് എന്താ മെനറേജ് നിൽക്കുന്നില്ല, പെർസിസ്റ്റൻസ് ഓഫ് മെനറേജ് വീണ്ടും വരാം. മയോമെക്ടമിയുടെ കോംപ്ലിക്കേഷൻസ്. അപ്പൊ മയോമെക്ടമിയുടെ ഇൻഡിക്കേഷൻസ്, ടൈപ്സ്, പിന്നെ അത് എന്തിനൊക്കെയാ ചെയ്യുന്നത്, പിന്നെ കോംപ്ലിക്കേഷൻസ്. പിന്നെ ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാ, ഇൻട്രാ ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ള മെഷേഴ്സ്. ഓക്കെ, മനസ്സിലായോ? സർജറി തീർന്നു, ഇനി മെഡിക്കൽ മാനേജ്മെന്റും കൂടെ ഉള്ളു. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, ലാസ്റ്റ് ഇനി മെഡിക്കൽ. മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? സർജറി ഒന്ന് ഔട്ട് പറയോ, സമ്മറൈസ്. ഓക്കെ, അപ്പം സർജറി എന്ന് പറയുന്ന ഒന്ന് ഡെഫിനിറ്റീവ് ഉണ്ട്, കൺസർവേറ്റീവ് ഉണ്ട്. ഡെഫിനിറ്റീവിലുള്ളതാണ് ഹിസ്റ്ററക്ടമി, മൊത്തം യൂട്രസ് എടുത്ത് കളയുന്നത്. കൺസർവേറ്റീവ് എന്ന് പറയുമ്പോൾ മയോമെക്ടമി, മയോമെട്രിയം മാത്രം കളയുന്നത്. അപ്പം ഹിസ്റ്ററക്ടമി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫാമിലി കംപ്ലീറ്റ് ചെയ്തവർക്ക് അല്ലെങ്കിൽ യൂട്രസ് പ്രിസർവ് ചെയ്യണ്ട എന്നുള്ളവർക്കാണ് ഹിസ്റ്ററക്ടമി ചെയ്യുന്നത്. അത് ചെയ്യണം എന്നുള്ളവർക്ക് നമ്മൾ മയോമെക്ടമിയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ ഹിസ്റ്ററക്ടമി തന്നെ അബ്ഡോമിനൽ ഉണ്ട്, വജൈനൽ ഉണ്ട്, ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് വജൈനൽ ഉണ്ട്. അപ്പം ലാർജ് ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ നമ്മൾ അബ്ഡോമിനൽ ചെയ്യണം. പിന്നെ GnRH അഗോണിസ്റ്റ് വെച്ച് ഷ്രിങ്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വജൈനൽ കൂടെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അത്രയുള്ളൂ ഹിസ്റ്ററക്ടമി. പിന്നെ കൺസർവേറ്റീവില് മയോമെക്ടമിയുടെ ഇൻഡിക്കേഷൻ, പിന്നെ അതിന്റെ ഈ ഓപ്പറേഷൻ മുമ്പ് നമ്മൾ പേഷ്യന്റിനെ കൗൺസിൽ ചെയ്യണം, പ്രീ ഓപ്പറേറ്റീവ് കൗൺസിലിംഗ്. അത് ബിക്കോസ് എന്തുകൊണ്ടാണ്, ഇതിന് ഭയങ്കര റിക്കറൻസ് റേറ്റ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഇതിന് ശേഷം ചൈൽഡ് ബർത്ത് ഉണ്ടാവുന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. അങ്ങനെ പിന്നെ ഇൻട്രാ ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ് ഉണ്ട്. പിന്നെ അത് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒത്തിരി ബ്ലീഡിംഗ് ആണെങ്കിൽ അപ്പൊ തന്നെ സ്വിച്ച് ചെയ്ത് ഹിസ്റ്ററക്ടമി ആക്കേണ്ടി വരും. അങ്ങനത്തെ കുറെ കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ പ്രീ ഓപ്പറേറ്റീവ് കൗൺസിലിംഗ് പേഷ്യന്റിന് കൊടുക്കണം. പിന്നെ അഥവാ സമയത്ത് ബ്ലീഡിങ് വന്നാൽ അത് തടയാനുള്ള മെത്തേഡ്സ് ലൈക്ക് വാസോപ്രസിൻ കൊടുക്കണം, ഈ ആർട്ടറി, ഒവേറിയൻ ആർട്ടറിയും യൂട്രൈൻ ആർട്ടറിയൊക്കെ ക്ലാമ്പ് ചെയ്യണം, ടോണിക് വെച്ച് ഇത് ചെയ്യണം, അങ്ങനെയൊക്കെ. പിന്നെ ഇതിന്റെ ടൈപ്സ് ഓപ്പൺ ഉണ്ട്, ലാപ്രോസ്കോപ്പി ഉണ്ട്, ഹിസ്ട്രോസ്കോപ്പിക് ഉണ്ട്, വജൈനൽ ഉണ്ട്. ഹിസ്ട്രോസ്കോപ്പി ആണെങ്കിൽ സബ് മ്യൂക്കസ്, അത് ഹിസ്ട്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ യൂട്രസിനകത്തുള്ള സബ് മ്യൂക്കസ് ആണ് റിമൂവ് ചെയ്യുന്നത്. ലാപ്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ ഇൻട്രാമ്യൂറലും സബ്സിറസ് ടൈപ്പും ആണ് റിമൂവ് ചെയ്യുന്നത്. പിന്നെ വജൈനൽ എന്ന് പറയുമ്പോൾ പിഡങ്കുലേറ്റഡ് ആയിട്ടുള്ള സബ് മ്യൂക്കസ് ആണ് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ കോംപ്ലിക്കേഷൻ, ഇൻട്രാ ഓപ്പറേറ്റീവ് ആണെങ്കിൽ ഹെമറേജ് ഉണ്ടാവാം, പിന്നെ ഇഞ്ചറി ടു ദ അഡ്ജസന്റ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാവാം. പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആണെങ്കിൽ അപ്പോഴും മറ്റേ സെക്കൻഡറി ഹെമറേജ് ഉണ്ടാക്കാം. പിന്നെ
ഇവർ പറയുന്നത് ചിലപ്പോൾ ഫെബ്രൈൽ മോർബിഡിറ്റി ഒക്കെ ഉണ്ടാക്കാം, ഫീവർ ഒക്കെ ഉണ്ടാകും, ടിഷ്യൂ റിയാക്ഷൻസ്, സർജറി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ടിഷ്യൂ റിയാക്ഷൻസ് ഒക്കെ വരും. പിന്നെ സെക്കൻഡായിട്ട് കുറെ നാൾക്ക് ശേഷം നേരത്തെ അഡഷൻസ് ഉണ്ടാവാം. ഈ യൂട്രസും അതിന്റെ ബാക്കിലുള്ള റെക്ടോസിഗ്മോയിഡും തമ്മിൽ അഡഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പെരിട്യൂബൽ അഡഷൻസ് ഉണ്ടാവാം. അപ്പൊ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവും. പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഇതിന്റെ റിക്കറൻസും പെർസിസ്റ്റൻസ് ഇത്രയൊക്കെ ചെയ്തിട്ടും ചിലർക്ക് പെർസിസ്റ്റൻസ് ഓഫ് മെനറേജ് വരും. അതാണ് സർജറി. മനസ്സിലായോ? ഇനി മെഡിക്കൽ മാനേജ്മെന്റിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, GnRH അഗോണിസ്റ്റ് കൊടുക്കും. ഈ GnRH അഗോണിസ്റ്റ് എന്ത് ചെയ്യുന്നു? ഈ ഗൊണാഡൽ സപ്രഷൻ ഉണ്ടാക്കും. അപ്പൊ ഗൊണാഡ്സിനെ സപ്രസ് ചെയ്യുമ്പോൾ ഇത് ഓൾറെഡി ആദ്യമേ പറഞ്ഞില്ലേ, ഈസ്ട്രജൻ ഡിപ്പെൻഡന്റ് ആണ്, ഹൈപ്പോ ഈസ്ട്രജനിസം ഉണ്ടാക്കും. അപ്പൊ ഹൈപ്പോ ഈസ്ട്രജനിസം ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം. ഈ മെഡിക്കൽ മാനേജ്മെന്റ് ഒരിക്കലും ഒരു സ്പെസിഫിക് മാനേജ്മെന്റ്, ഈ മെഡിക്കൽ മാനേജ്മെന്റ് കൊണ്ട് മാത്രം ഫൈബ്രോയിഡ്സിനെ നമുക്ക് ഫുൾ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സർജറിക്ക് മുമ്പായിട്ട് കൊടുക്കുന്നതാണ് മെഡിക്കൽ മാനേജ്മെന്റ്. ഇപ്പോഴൊക്കെ GnRH അഗോണിസ്റ്റ് കൊടുക്കാം. അതിന് എക്സാമ്പിൾ ഉണ്ട്, ഗോസ്റെലിൻ, പിന്നെ ലൂപ്രോലിഡ്. ഓക്കെ, പിന്നെ GnRH അഗോണിസ്റ്റ് ഓൾറെഡി പറഞ്ഞില്ലേ, ഇത് ചുരുക്കുകയും ചെയ്യും, പിന്നെ വാസ്കുലാരിറ്റിയും കുറയ്ക്കും. അപ്പൊ ഇൻട്രാ ഓപ്പറേറ്റീവ് ബ്ലീഡിങ് ലെസ് ആയിരിക്കും. പിന്നെ എന്തുവാ, ഇത് ഹൈപ്പോ ഈസ്ട്രജനിസം ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, പക്ഷെ ഹൈപ്പോ ഈസ്ട്രജനിസം ഉണ്ടാക്കുന്നത് അപ്പൊ എന്തോ ഈസ്ട്രജന്റെ കുറവ് മൂലമുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാക്കും. ലൈക്ക് ഹോട്ട് ഫ്ലഷ്, ഓസ്റ്റിയോപോറസിസ്, വജൈനൽ ഡ്രൈനസ്, അങ്ങനെയുള്ള പ്രശ്നവും ഉണ്ടാക്കും. പിന്നെ നമ്മൾ കൊടുക്കുന്ന അടുത്ത സാധനമാണ് GnRH ആന്റഗോണിസ്റ്റ്. ഈ അഗോണിസ്റ്റും കൊടുക്കും, പക്ഷെ ആന്റഗോണിസ്റ്റും കൊടുക്കും. ഈ ആന്റഗോണിസ്റ്റ് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഗൊണാഡൽ സപ്രഷൻ ഉണ്ടാക്കും. അപ്പം ഇവിടെയും ഹൈപ്പോ ഈസ്ട്രജനിസം ഉണ്ടാവും എന്നാണ് പറയുന്നത്. കേട്ടോ? പിന്നെ ഇതിന്റെ എക്സാമ്പിൾസ് പറയാം. ഇതിന്റെ എക്സാമ്പിൾ സെട്രോറെലിക്സ്. സെട്രോറെലിക്സ് ഒറ്റ സാധനം കേട്ടോ. സെട്രോറെലിക്സ്, പിന്നെ ഗാനിറെലിക്സ്. റെലിക്സ്. ഓക്കെ, GnRH ആന്റഗോണിസ്റ്റ്, അതും സെയിം ആസ് എഫക്ട് ഹൈപ്പോ ഈസ്ട്രജനിസം ഉണ്ടാക്കും. പിന്നെ നമ്മൾ കൊടുക്കുന്ന രണ്ട് സാധനമാണ് ആന്റി പ്രൊജസ്റ്റിൻ കൊടുക്കും. ലൈക്ക് മിഫിപ്രസ്റ്റോൺ ഇല്ലേ, മറ്റേ മെഡിക്കൽ അബോർഷന് വേണ്ടി കൊടുക്കുന്നത്, അത് കൊടുക്കാം. ഇവിടെയും ഷ്രിങ്കേജ് ഉണ്ടാക്കും, അമിനോറിയ ഉണ്ടാക്കും. പിന്നെ LNG, മറ്റേ ലെവനോജെസ്ട്രൽ ഇൻട്രായൂട്രൈൻ സിസ്റ്റം അതില്ലേ, LNG IUS, അതും കൊടുക്കാം. അതും റിഡക്ഷൻ ഓഫ് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. GnRH അഗോണിസ്റ്റ് കൊടുക്കണം, ആന്റഗോണിസ്റ്റ് കൊടുക്കണം, ആന്റി പ്രൊജസ്റ്റിൻസ് ആൻഡ് LNG IUS. പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ആണ് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ. അത് വേറെ ടോപ്പിക്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. മനസ്സിലായോ? ഇതിൽ ഓക്കെ, സമ്മറി പറയണോ? പറഞ്ഞു. ഓക്കെ, അപ്പൊ ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത് എന്താ, ഒരു കോമൺ ബിനൈൻ ട്യൂമർ ആണ്. പിന്നെ ഒറിജിനേറ്റ് ചെയ്യുന്ന മയോമെട്രിത്തിൽ നിന്നാണ്, ഈസ്ട്രജൻ ഡിപ്പെൻഡന്റ് ആണ്. പിന്നെ ഇതിന്റെ എറ്റിയോളജി അതാണ് തന്നെ, ഈസ്ട്രജന്റെ മൂലം, പിന്നെ BCL2 ഇൻഹിബിറ്റർ ഇല്ല, ഗ്രോത്ത് ഫാക്ടർ, സൈറ്റോജനറ്റിക് അബ്നോർമാലിറ്റി. പിന്നെ ഇതിന്റെ ടൈപ്സ് മൂലം ഉണ്ടാവുന്ന സിംറ്റംസ്, പിന്നെന്തോള, പിന്നെ ഇതിന്റെ പാത്തോളജി, അതിന്റെ ഡീജനറേഷൻ 4 ഹയാലിന്, സിസ്റ്റിക് കാൽസിഫിക്കേഷൻ, റെഡ് ഡീജനറേഷന്. പിന്നെ അതർ കോംപ്ലിക്കേഷൻ, ഇത് വേണമെങ്കിൽ മാലിഗ്നൻസി ആവാം, പിന്നെ ടോർഷൻ, ഇൻഫെക്ഷൻ, വാണ്ടറിങ്, അങ്ങനെയൊക്കെ ആവാം. പിന്നെ ഇതിന്റെ സിംറ്റംസ് ഓൾറെഡി പറഞ്ഞില്ലേ, അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ് ഉണ്ടാക്കും അകത്താണെങ്കിൽ. പിന്നെ വെളിയിലാണെന്നുണ്ടെങ്കിൽ അഡ്ജസന്റ് സ്ട്രക്ചേഴ്സിലൊക്കെ കംപ്രഷൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വരും. പിന്നെ പ്രഗ്നൻസിയിൽ ഇതുണ്ടാക്കുന്ന എഫക്ട്സ്, അകത്താണെങ്കിൽ എന്തായിരിക്കും, യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ ആയിരിക്കും, പെട്ടെന്ന് മെംബ്രെയിൻ റപ്ചർ ആവും, അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റഡ് ലേബർ, ഹെമറേജ്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് തന്നെ ഊഹിച്ചെഴുതാവുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതിന്റെ സയൻസ് എന്തോ ഒന്നുമില്ല, അബ്ഡോമിനൽ മാസും, പിന്നെ അബ്ഡോമിനൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ മാസ് ഫീൽ ചെയ്യാൻ പറ്റും, പിന്നെ ബൈ മാനുവൽ എക്സാമിനേഷൻ. പിന്നെ ഇതിന്റെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്, അതായത് ഡിസ്റ്റൻഡഡ് അബ്ഡോമിൻ വരുന്ന കണ്ടീഷൻസ് ഒക്കെ എഴുതാം. പ്രഗ്നൻസി, ഫുൾ ബ്ലാഡർ, ക്യാൻസർ, എൻഡോമെട്രിയം, ഒവേറിയൻ ക്യാൻസർ, അങ്ങനെയൊക്കെ. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ എന്താ, അൾട്രാസൗണ്ട്, സോണോഹിസ്ട്രോഗ്രഫി, ഹിസ്ട്രോസ്കോപ്പി ആൻഡ് ഹെമറ്റോളജിക്കൽ. പിന്നെ മാനേജ്മെന്റ്,
എക്സ്പെക്റ്റഡ് മാനേജ്മെന്റ് കൊടുക്കുന്ന കണ്ടീഷൻസ്, പിന്നെ സർജിക്കൽ മാനേജ്മെന്റ്, ഹിസ്റ്ററക്ടമി മയോമെക്ടമിയും അതിന്റെയൊക്കെ ടൈപ്സ്, പിന്നെ മെഡിക്കൽ മാനേജ്മെന്റിൽ കൊടുക്കുന്ന ജനറിക്, അഗോണിസ്റ്റ്, ആന്റഗോണിസ്റ്റ്, ആന്റിപ്രൊജസ്റ്റിൻ ആൻഡ് LNG-IUS. പിന്നെ ലാസ്റ്റ് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ ചെയ്യാം. മനസ്സിലായോ? ആടി മനസ്സിലായി. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ടാറ്റ.